പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ പലരും കഫിയ ധരിക്കാറുണ്ട്. സത്യത്തിൽ ഈ പലസ്തീൻ്റെ വിമോചന സമരവും കഫയും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, അതോ ഒരു സൗന്ദര്യത്തിനാണോ ഈ കഫിയ ധരിക്കുന്നത്? സത്യത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഫലസ്തീൻ എന്ന രാഷ്ട്രം ആദ്യകാലങ്ങളിൽ. ആ കാലത്ത് നഗരവാസികൾ ടർബൂഷ് തൊപ്പികളാണ് ധരിച്ചിരുന്നത്. ഒരു ചുവന്ന കളർ തൊപ്പിയാണ്, ചെറിയൊരു വാലും കാണാം. ഇതാണ് നഗരവാസികൾ ധരിച്ചിരുന്നത്. ആ കാലത്ത് ഗ്രാമീണവാസികൾ ധരിച്ചിരുന്നതാണ് ഈ കഫിയ എന്ന് വരുന്ന ഒരു മേൽമുണ്ട്, തോളിലിടുന്നൊരു മേൽമുണ്ട്. പിന്നീട് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കുകയും പലസ്തീൻ വിമോചന മുന്നണിയുടെ നേതാവായ യാസർ അറഫാത്ത് പബ്ലിക്കായിട്ട് ഇത്തരം കഫിയ ധരിച്ചിട്ട് പരസ്യമായി രംഗത്ത് വരാൻ തുടങ്ങി. ഇതോടുകൂടി 1930കളോടെ പലസ്തീൻകാരുടെ ഒരു ദേശീയ ഐക്യത്തിൻ്റെ വസ്ത്രമായിട്ട് ഈ കഫിയ മാറി. അതോടുകൂടി ഏത് പ്രക്ഷോഭങ്ങളിലും ഈ ഒലിവ് ഇലകളുടെ അടയാളമുള്ള ഈ കഫിയ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. പിന്നെ ലോകത്തെമ്പാടും പലസ്തീനുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ആളുകൾ ഇത്തരത്തിൽ കഫിയ ധരിക്കാറുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തമിഴ് സിനിമാ താരങ്ങളും ഇത്തരത്തിൽ കഫിയ ധരിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു കഫിയില്ല. ഒരു കഫിയ വാങ്ങിയിട്ട് എനിക്ക് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കഫിയ വാങ്ങിയിട്ടൊരു ഒരു കഫിയ ധരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് ഇത്തരത്തിൽ കഫിയ ധരിക്കുന്ന ആളുകളുണ്ട്? പണ്ടൊക്കെ പള്ളികളിൽ ഉസ്താദുമാർ ഇത്തരത്തിൽ മേൽമുണ്ടായിട്ട് കഫിയ വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു. അത് ഫലസ്തീനുള്ള ഐക്യദാർഢ്യമായിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ഇത്തരത്തിൽ കഫിയ ഉണ്ടോ? ഉള്ള ആളുകളിൽ നിന്ന് താഴെ കമൻറ്റ് ചെയ്യൂ.